ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? ഇന്നത്തെ ഞങ്ങളുടെ കുറച്ച് ഫണ്ണായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. സോ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്ത് പോകണ്ട. എടാ പാൽ പൈസ ഉണ്ടാക്കാൻ പാലില്ലടാ പൊട്ടാ. ലുജേ എടാ നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ ചാടി 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 പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. കുറച്ച് നേരം ലൂസിനെ കൊണ്ട് കളിച്ചിട്ടേ ഞങ്ങൾ നേരെ എന്ത് കേട്ടറിയോ, എണ്ണക്കടി കളി കളിക്കാൻ പോകാൻ വിചാരിച്ചു കേട്ടാ. സമയം ഇത്രയായിരുന്നു, ഏകദേശം 4-4:30 5 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടാ. പിന്നെ എല്ലാവരും കൊണ്ടും കടി കഴിക്കാൻ പോകാൻ പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും നോക്കാതെ വേഗം വണ്ടി എടുത്ത് ഇറങ്ങിയിട്ടാ. അങ്ങനെയൊന്നുമില്ല, വിട്ടോ. പിന്നെ ഒന്നും നോക്കില്ല, കടയെത്തി. വട്ടേക്കട ഉണ്ടാ കട. എന്താണ് എണ്ണക്കടിയാ? ശരിക്കില്ല ചേട്ടാ, എന്താ പറഞ്ഞ കേട്ടില്ല? എന്താ പറഞ്ഞ കേട്ടില്ല? എന്താ പറഞ്ഞ കേട്ടില്ല? എന്താ എന്ത് എന്താ പറഞ്ഞ? നീ പറഞ്ഞത് കേട്ടില്ല. അല്ല, മുട്ട കൊണ്ട് ഇറക്കി വെക്കുക. എക്സസൈസ് ആയിട്ട് പോകുന്നുണ്ട്, തമാശ കളിക്കണ്ട. അഞ്ചാവണ്ട ചോദിച്ചപ്പോഴേ വേണ്ട വേണ്ട, അപ്പോ തമാശ കളിക്കണ്ട. അങ്ങനെ കടിയൊക്കെ കഴിച്ചു കഴിഞ്ഞാടാ ബില്ല് എത്രയെന്ന് പറഞ്ഞു. എടാ 15 കടി 18 80 40 അപ്പൊ എത്രയാടാ? എന്ത് കാണിക്കാൻ നീ? എന്താ കാണിക്കുന്നത്? ഞാൻ ലേതു 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 എടാ സീനാന്ന്. ബില്ല് ചോദിച്ചപ്പോഴേ അപ്പൊ വീട്ടിൽ അവിടെ പൊള്ളാച്ചി ചെയ്യുന്ന പണിയാന്ന് അപ്പൊ കാണിക്കുന്നത്. അപ്പൊ എങ്ങനെയാ അത് കാണിച്ചു? ഒന്ന് കാണിച്ചടാ. അപ്പൊ ഒന്ന് കാണിക്കടാ അവൻ്റെ. അതെ, ഈ പാവകൾ എല്ലാവരും കൂടി എന്നെ ഞങ്ങൾക്ക് തന്നെ ഇട്ടു കേട്ടോ. 130 രൂപ ആയി. ഞാൻ പിന്നെ ഒന്നും പറയുന്നില്ല, എൻ്റെ പിള്ളേരില്ല കാര്യമില്ല. അങ്ങനെയുള്ള കുറച്ച് ഫ്രണ്ട്സ് നിങ്ങളുടെ കയ്യിലും ഉണ്ടാവും കേട്ടോ. സോ അവന്മാരെ ഒന്ന് മെൻഷൻ ചെയ്യണേ. എവിടെ പോയടാ? ആ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീടെത്തിയിട്ട. വീടെത്തേണ്ട വഴിയില്ലേ ഭയങ്കര മോശമാണ്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ചടിയും കുണ്ടും ചാറൊക്കെ ആയിട്ട് സീന് വഴിയാണ്ട. അങ്ങനെ ഞങ്ങൾ കടിയൊക്കെ കഴിഞ്ഞ് നേരെ വീടെത്തിയില്ല. ലൂസിയനോ തമാശ കളിക്കല്ല. വീടെത്തിയ പാടെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. സോ പേര് നാളൊക്കെ ഞാൻ അവനെ കൊണ്ടുവന്ന് ചോദിക്കാം. മൊത്തം ഞാൻ അടുത്തത് എവിടേക്കാടാ? മീൻ പിടിക്കേ. എന്നാ ശരി, വാ മീൻ പിടിക്കാൻ പോകുന്ന നടക്ക്. അയ്യോ വയ്യടാ അപ്പ, ഏണ്ടാ ഇവങ്ങളെ എല്ലാം പാത്തോന്ന് ഇരിക്കാണ്. അപ്പുറത്തെ വീട്ടിൽ തന്നെ അറിയിക്കണ്ടാ. മീൻപിടുത്തം പറയുമ്പോൾ കുളത്തിൽ പോയി ചൂണ്ടിയിടാനോ ഡാമിൽ പോയി വലിയിടാനൊന്നും അല്ല കേട്ടോ. പുഴയിൽ പോയി നീന്തലടിച്ച് പിടിക്കാനൊന്നും അല്ല. നമ്മുടെ ഈ ഇത് കണ്ടമൊക്കെ ആയതുകൊണ്ട് കണ്ടത്തിൽ വെള്ളം കയറിയിട്ട് മീൻ ഓരോ കുഴികളിലായിട്ട് വന്ന് നിൽക്കാറുണ്ട്. സോ അങ്ങനത്തെ ഒരു സമയം ആയതുകൊണ്ടാണ് ഞങ്ങൾ പാടത്ത് മീൻ പിടിക്കാൻ പോകാൻ വിചാരിച്ചിട്ടാ. അപ്പോ അല്ല സച്ചോ അല്ല ശ്രീത്തെ, നമ്മളിപ്പോ എവിടേക്കാണ്? എന്റെ പൊന്നെ, എത്രണ്ണം ഒന്നുണ്ടായിട്ട് എന്താ കാര്യം? ഇതുപോലെ 1-2 മതി. അങ്ങനെ ഞങ്ങൾ നടന്ന് ഏകദേശം നമ്മുടെ സ്പോട്ട് എത്തിയിട്ട. കുറേ കുണ്ടുണ്ടെങ്കിലും മഴ പെയ്ത് വെള്ളം കൂടിയത് കൊണ്ട് തന്നെ എല്ലാ കുണ്ടുകളിലും നല്ല വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ മെല്ലെ ഇവിടെ എത്തി. പിന്നെ ഞങ്ങളുടെ ഗ്രാമം എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളി കേട്ടോ. എന്ത് ഭംഗിയാണ് നോക്കിയേ. അത് കഴിഞ്ഞ ശേഷം ഞങ്ങളൊരു കുഴി കണ്ടു കേട്ടോ. പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, വേഗം വലയെടുത്ത് ഞാനും സച്ചു പറഞ്ഞു. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ പുതിയ പിള്ളേരായതുകൊണ്ട് ഇവന്മാർക്കൊന്നും മീൻ പിടിക്കാൻ അറിയില്ല. പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കും മാത്രം എക്സ്പേർട്ടാണെന്നൊക്കെ ഞങ്ങൾ പറയുമെങ്കിലും മീൻ പിടിക്കാൻ അറിയില്ല എന്നൊക്കെ ഞങ്ങൾ ലാസ്റ്റ് കണ്ടാൻ വേണ്ടിയിട്ട്. ഇന്ന് അലാക്കിൻ്റെ മീൻ പിടുത്തമൊക്കെയാണ് പറഞ്ഞ് ഞാൻ കയറി വലയെടുത്ത് വലിക്കാൻ തുടങ്ങിയിട്ടാണ്. ഇങ്ങനെ വലിക്കുമ്പോൾ എന്തൊരു ഗുണം വെച്ച് കഴിഞ്ഞാൽ 2 പേര് അപ്പുറത്തുപ്പുറത്ത് നിൽക്കാണ്ട് 2 പേരിൽ നിന്ന് ഒരാളുടെയും തന്നെ മീനുള്ളതൊക്കെ ആ വലിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ വലിച്ച് പൊക്കി. അപ്പോൾ ഉള്ള അവസ്ഥ നോക്കിക്കോ. ശരി, അതെടുത്തിട്ട് ഇതിലിട ബക്കറ്റിലിട, ജീവനോട് രാത്രി വെള്ളം എടുത്തിട്ട് നിക്ക് വീട്ടിൽ നിന്റെ കിണറ്റിൽ
നോക്കിയിടാ വലുത്. വേണോ പിന്നെ നിനക്ക്? അങ്ങനെ ഞങ്ങൾ കുറേ നേരം വലിച്ചെങ്കിലും മീനൊന്നും കിട്ടിയില്ല കേട്ടോ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ കിട്ടിയതൊരു കല്ലമ്പോട്ടം മാത്രം. കാര്യം എന്താ വെച്ചാൽ മഴ പെയ്ത് വെള്ളം കൂടിയത് കൊണ്ട് എല്ലാ കണ്ടത്തിൻ്റെ എല്ലാ സൈഡും വെള്ളം ഉള്ളത്. ഇല്ല മീനില്ല, മീനുണ്ടായിരുന്നു. മീനൊക്കെ വെള്ളം വന്നപ്പോൾ ഒന്നില്ലെങ്കിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ കയറിയില്ല. നമ്മളിപ്പോൾ ഇന്നലെ മഴ പെയ്തപ്പോൾ കാരണം മീൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇറങ്ങുക കയറുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ നിന്ന് എന്തായാലും സ്കിപ്പ് ചെയ്ത് പോകാൻ. ബൈ. എടാ നടക്കടാ നടക്കടാ നടക്കടാ. എടാ നടക്കില്ലടാ. അതെ, ഞമ്മളിപ്പോൾ ഉള്ളത് ഇത് ഏതാ സ്ഥലം നിങ്ങൾക്ക് അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ഇടണേ. മുട്ടുണ്ണിയുടെ ദേ വാടാ അത് ഒറ്റയ്ക്ക് പോയ പന്നി പിടിക്കടാ. നന്നായിട്ടുണ്ട്. എടാ ഇത്രയും നേരം നിങ്ങൾ കണ്ട ചെണ്ടുമല്ലിയൊക്കെ ഓണത്തിന് വലിക്കാനുള്ളതാണ് കേട്ടോ. അവർ നല്ല രീതിക്ക് കൃഷി അടിച്ച് നല്ല രീതിക്ക് കൃഷി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അടുത്ത കുണ്ട് നോക്കി അടുത്ത കുണ്ടിക്ക് നേരെ പോയി അടുത്ത കുണ്ടിൽ നിന്ന് വലിക്കാൻ തുടങ്ങിയിട്ടാ. സോ കണ്ടം തന്നെ അറിയാലോ, നമുക്ക് പഞ്ചയൊന്നും കേട് വരുത്തണ്ടാ ഞങ്ങൾ വലിക്കുന്നത്. എന്താ വെച്ചാൽ നമുക്ക് പഞ്ചയൊക്കെ കേട് വരുത്താണ്ട് വലിച്ചില്ലെങ്കിൽ ആൾക്കാരുടെ ഇത് വായിലിരിക്കുന്നതൊക്കെ കേൾക്കേണ്ടി വരുന്നുണ്ടാ. പിന്നെ ഒന്ന് നോക്കിയാൽ ഞാനും സച്ചും കൂടി വലിച്ചു കേട്ടോ. വലിച്ചെടുത്ത പാടെ കുറേ എണ്ണം കാലിത്തട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയെങ്കിലും സോ ആകെ കിട്ടിയത് എന്താണെന്ന് നിങ്ങൾ കാണിച്ചുതരാം. ഉണ്ടോ? ഉണ്ട്. ഇവിടെ കാണിക്കു ഗൈസ്. ആകെ കിട്ടിയത് ഒരു കല്ലം പോട്ടതാ. മീനായി സംഭവം. കൊല്ലല്ലടാ, പ്രസവിക്കാനായി. മീനൊക്കെ വെള്ളത്തിന്റെ അടിയില്ല, മോപ്പിട്ട് പോയി. നമ്മളെ ഇതിന്റെ അടിക്ക് വെള്ളത്തിന്റെ അടിക്ക് ഫോൺ വെച്ചാലേ ഫോണിന്റെ അടിക്ക് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നോക്കിയാലോ. നോക്കാല്ലേ? അപ്പൊ 1x തന്നെ വെക്കാം. 1x വെക്കാം അല്ലേ? എടാ റെഡി മാറി, നീ ഒന്ന് മാറിക്ക. ഫോട്ടോ അല്ലല്ലോ. വല്ല പാമ്പ ഇതൊക്കെ അടിക്കൂടാ പൊട്ടാ. എവിടെ കിടണം? എടാ സത്യം പറയാലോ, ഒരു രക്ഷയില്ല. നല്ല അടിപൊളി സ്ഥലമാണ്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ വന്നാൽ മുട്ടുന്നുണ്ട്, നമുക്ക് സെറ്റാക്കാം. എടാ കല്ലമ്പോട്ടം മുട്ടാ നീ? ആകെ വല വലിച്ച് കിട്ടിയത് ആകെ ഒരു കല്ലമ്പോട്ടം. എന്നിട്ട് നീ അതിനെയും വിട്ടാ? നിനക്ക് ഇപ്പുറത്തുണ്ടാ കൂടെട്ടാ. ഈവനിങ് വൈബൊക്കെ ആയിട്ട് ഇങ്ങനത്തെ കുറേ ഫ്രണ്ട്സ് നിങ്ങളുടെ അടിയിലുണ്ടാകും. സോ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടണേ. മുത്തുമണികളെ അപ്പോൾ നമ്മൾ നിർത്തിയിട്ടാ, വീഡിയോ ഒക്കെ നിർത്തി. അപ്പോൾ ബായിട്ടാ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.